പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ബുക്കുകൾ മേടിക്കാനായിട്ട് ഒരു സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ആലപ്പുഴയിലുള്ള ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 200 പേർക്കുള്ള ബുക്കുകളുമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. കാരണം 200 പേരുണ്ട് ആ സ്കൂളിൽ, 200 കുട്ടികളുണ്ട് ആ സ്കൂളിൽ. അപ്പം 200 ബുക്കും വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയുള്ള ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഈ ബുക്കെല്ലാം റെഡിയാക്കുന്നത്, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പെൻസില് കാര്യങ്ങൾ, കട്ടർ, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇറേസർ, ആ ഒരു വക കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെയാണ് ബുക്ക് അവർ നിർമ്മിക്കുന്നത് കേട്ടോ. അപ്പം അവിടുന്ന് ഞാൻ കുറച്ച് ബുക്കുകൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് സ്കൂട്ടിയിലാണ് കേട്ടോ. സ്കൂട്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ആദ്യം ഓട്ടോയിൽ വരാമെന്നാണ്. പക്ഷേ നമുക്ക് സ്കൂട്ടിയിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റും, ഒന്ന് ബാലൻസ് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോയാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് എൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ച് ആ ഒരു വലിയൊരു ബുക്ക്, നല്ല ഭാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 200 ബുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ 200 ബുക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് പെൻസിലുണ്ടായിരുന്നു, പേന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 സംഭവങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ഞാനൊരു വലിയൊരു ബോക്സിലാക്കിയാണ് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ബർത്ത്ഡേ ദിവസത്തിന് മുമ്പ് ഞാനിത് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ബർത്ത്ഡേയുടെ അന്നാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് നമ്മളിത് കൊണ്ടുപോയി സ്കൂളിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളാണ്. അപ്പോൾ അച്ഛൻ എന്നെ സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ മോളും അത് പിടിച്ച് കാണിക്കുന്നതൊക്കെ ഉണ്ട്, ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. 200 പേർക്കുള്ള ബുക്കുകളാണിത്. അപ്പോൾ ഒരു LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പിള്ളേർക്ക് നമുക്ക് പെൻസിൽ മതിയാകും, ബാക്കിയുള്ള പിള്ളേർക്ക് പേനയും, അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതായത് 200 എണ്ണം, മൊത്തത്തിൽ 200 എണ്ണം. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ഞാൻ ദേവക്കുട്ടീനെ, എൻ്റെ സഹോദരി ഉണ്ടായിരുന്നു കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ബുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഹെൽപ്പൊക്കെ വേണം. അപ്പോൾ അവളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ ഇതും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് സ്കൂളിൻ്റെ വാതിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, ഓരോ മിഠായിയും കൂടെ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് ബുക്കും പേനയും അതുപോലെ തന്നെ ഒരു മിഠായിയും കൊടുക്കണമെന്ന് ഉള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മളിത് ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതിലും ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ സ്കൂളിലെ ഗേറ്റൊക്കെ തുറന്ന് ഞാൻ ആദ്യം നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിയതും കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ നേരെ ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ തന്നെ എത്ര രൂപയാണ് നമ്മൾ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷമായിട്ട് നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നു. ഫോട്ടോഷൂട്ട്, അതുപോലെ തന്നെ കുറേ പേരെ വിളിച്ച് കൂട്ടി ആഹാരം കൊടുക്കൽ, ആ ഒരു കാശ് മാത്രം മതി നമുക്ക് ഇത്രയും പിള്ളേർക്ക് ഒരു കുഞ്ഞു സ്കൂളിൽ ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും പൈസ കുറച്ച് നീക്കി വെച്ചാൽ മാത്രം മതി നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബുക്കുകളൊക്കെ നമ്മൾ നേരെ എടുത്ത് സ്കൂളിൻ്റെ വാതിക്കൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. അവിടെ സ്കൂളിലെ ടീച്ചർമാർക്കാണെങ്കിലും അവിടുത്തെ പ്രിൻസിപ്പളിനാണെങ്കിലും എല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു. ടീച്ചർ ഉടനെ തന്നെ കുട്ടികൾക്ക് അസംബ്ലി വിളിച്ച് വരുത്തിയിട്ടാണ് നമ്മുടെ ഈ ബുക്കുകളൊക്കെ വിതരണം ചെയ്തത് കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു ബുക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്രയും വലിയ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ മിഠായി കൊടുക്കുന്നതിലും അല്ലെ ഓരോ ലഡു മേടിച്ച് കൊടുക്കുന്നതിലും നല്ലത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഓരോ ബുക്കോ അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് പെൻസിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആ കുട്ടികളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം ടീച്ചർമാരും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അവിടെ കൊണ്ട് നമ്മൾ ഡെസ്കൊക്കെ നേരെ ആ കുട്ടികളുടെ ഫ്രണ്ടിലായിട്ട് വെച്ച് ഓരോ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ കുട്ടികൾക്ക്, നമുക്ക് പണ്ടത്തെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന ആ സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. എന്നാലും നമ്മൾ ഈ കുഞ്ഞു പിള്ളേർക്ക് വലിയ ബുക്കാണോ കുഞ്ഞു ബുക്കാണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ, ഇപ്പം വലിയ ബുക്കുകളാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ ചെന്നപ്പോഴും അവിടുന്ന് നമുക്ക് കുഞ്ഞു ബുക്ക്, ആദ്യം ഞങ്ങൾ വലിയ ബുക്ക് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ്, ആ കടയിൽ അവർ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ കുഞ്ഞു ബുക്കുകളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, അവർക്ക് അത് മതി, വലിയ ബുക്ക് കൊണ്ടുപോയാൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കുഞ്ഞു ബുക്കും പെൻസിലും, അതായത് LKG UKG ഒക്കെ നമുക്ക് പെൻസിൽ മതി കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് അങ്ങനെയാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പം ടീച്ചർ അപ്പം തന്നെ അസംബ്ലിയൊക്കെ വിളിച്ച് വരുത്തി കുട്ടികളെല്ലാം നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മോളാണെങ്കിലും അവളും നല്ല അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നമ്മളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും നാളെ ഒരു കാലത്ത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഈ സമയത്ത് ഞങ്ങൾക്കിത് ഈ ബുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും അത് സാധിക്കാൻ പറ്റും. നാളെ ഒരു കാലത്ത് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം കൂടിയാണ് കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ മോളാണെങ്കിലും ശരി, അവൾക്കിതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് നാളെ ഒരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളും ഈ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ഞങ്ങളിത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ LKGയിലെ കുട്ടികൾക്ക് മുഴുവൻ ദേവയാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന ബുക്ക് കേട്ടോ. ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ഞാനും കൊടുത്തു, പിന്നെ ടീച്ചർമാരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ ബുക്കും ആ പെൻസിലും ഒരു മിഠായിയും കിട്ടുമ്പോഴത്തേക്കും അവരുടെ മുഖത്തുള്ള സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയും കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് ഞാൻ ഇറങ്ങാൻ നേരത്തും എൻ്റെ മനസ്സ് നിറഞ്ഞ് തന്നെയാണ് ഇറങ്ങിയത്. കാരണം അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ഓരോ കുഞ്ഞുങ്ങൾക്കും ബുക്ക് കൊടുക്കാൻ പറ്റിയതിൽ. അതൊക്കെ എല്ലാവരും കൊടുത്തു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ നമ്മൾ എത്ര ഹാപ്പി ആയിരുന്നു ആ നിമിഷം എന്നുള്ളത്. അത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇത് കണ്ടിട്ടെങ്കിലും കുറേ പേർക്കെങ്കിലും ഒക്കെ തോന്നി ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാകും, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം എന്തുവാന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാകത്തുള്ളേ. അപ്പം കഴിയാവുന്ന അത്രയും ആ 200 പേർക്ക് നമ്മൾ ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കിട്ടണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ബുക്ക് റെഡിയാക്കിയത്. ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയ ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ന് ഞങ്ങൾ അത് നടത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് നിന്ന് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നാട്ടിൽ വരാനുള്ള സാഹചര്യം അല്ലാഞ്ഞത് കൊണ്ടും ലീവ് കിട്ടാഞ്ഞത് കൊണ്ടുമാണ് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടത്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ദിവസം തന്നെ ഇത് കൊടുക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജന്മദിന ദിവസം തന്നെ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അവരുടെ മുഖത്ത് ആ ചിരി കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ ദിവസം തന്നെ തിരഞ്ഞെടുക്കുകയും അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും അവരവരുടെ മക്കളുടെ ജന്മദിനത്തിനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം നമ്മുടെ മക്കൾക്ക് തന്നെ കിട്ടും കേട്ടോ. അതത്രയും വലിയൊരു കാര്യമാണ്. കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു താളെങ്കിൽ ഒരു താള് അത് കൊടുക്കുക എന്ന് പറയുന്നത്, ഒരു പേപ്പർ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ കുറേ ആർഭാടത്തിൽ എല്ലാവരും ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തോരം പൈസയാണ് നമ്മൾ ചിലവാക്കി കളയുന്നത് അല്ലേ. അത്രയൊന്നും ആവശ്യമില്ല കേട്ടോ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേശ്ശെ പൈസ നമ്മളിൽ നിന്നും അനാവശ്യമായിട്ട് ചിലവാക്കുന്ന കുറച്ച് പൈസ മാത്രം മതി നമ്മൾക്ക് ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷ ദിവസം തന്നെ ബാക്കിയുള്ള കുറേ കുട്ടികളുടെ സന്തോഷം കൂടെ കാണുമ്പോൾ ഉള്ള ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുത് തന്നെയാണ്. അപ്പോൾ ഓരോ കുട്ടികളും ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സന്തോഷം കണ്ടില്ലേ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാൻ പറ്റും ഓരോരുത്തരും അത് മേടിക്കാൻ നേരത്തെ അവരുടെ മനസ്സിൽ എന്തായിരിക്കും അല്ലേ. അയ്യോ, ഒരു ബുക്കോ ഒരു പെൻസിലോ ഒരു പേനയോ കിട്ടുമ്പോഴത്തേക്കുള്ള ഇതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ. പണ്ട് നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്, നമുക്കൊരു ബുക്ക് കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ലേ. ആ ഒരു സന്തോഷം, അത് കിട്ടുക, അത് മേടിക്കുക, അതിനകത്ത് എഴുതി പഠിക്കുക, അതൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ സഹായിച്ചു. ഇനിയും ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസത്തോടെയും ഇനിയും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 കുഞ്ഞ് കേക്കും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല പൈനാപ്പിളിൻ്റെ ഫ്ലേവറിൻ്റെ കേക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ അത് കട്ട് ചെയ്തു. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും ഒരു തവണ മാത്രം നമുക്ക് എല്ലാവരെയും വിളിച്ച് ആഘോഷിച്ച് നടത്തിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാ തവണയും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ, നമ്മുടെ മക്കൾക്ക് തന്നെയാണ് അതിൻ്റെ നല്ലത് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ആ കേക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി, ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നേരത്താണെങ്കിലും ബുക്ക് കൊടുത്ത് ഇറങ്ങാൻ നേരത്താണെങ്കിലും ഒത്തിരി കുട്ടികളുടെയും ടീച്ചർമാരുടെയും എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ കിട്ടിയായിട്ട് നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള മനസ്സ് തോന്നി നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെറുതാകട്ടെ, ഒരു പെൻസിലാകട്ടെ, ഒരു പേനയാകട്ടെ, എന്തെങ്കിലും ആകട്ടെ, അവർക്ക് കൊടുക്കാൻ കഴിയുന്ന അത്രയും കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.